ആരായിരുന്നു നിനക്ക് എന്താണ്? ഇതാരാ? ദിയാണ് സംസാരിക്കുന്നത്. ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്തിയോ ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഒച്ച ഉണ്ടാക്കരുത്, നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശബ്ദിക്കരുത്, എന്തിയോ ശബ്ദം ഉണ്ടാക്കരുത്, എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കും. ഞാനിപ്പോ ഏത് അവസ്ഥയിലും പ്രത്യേകിച്ച് ഇവിടെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്കും. നിങ്ങൾ കാര്യം നോക്കും. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. ഹലോ ഫ്രണ്ട്സ്, സോഷ്യൽ മീഡിയയിൽ ദിവസവും പലതരം തല്ലും വഴക്കും ബഹളവും ഒക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സജന നൂറ്, ഫിറോസ് ഖാൻ, ദിയാസന, പിന്നെ നമ്മുടെ ഓസ്കാർ വിന്നർ റസൂൽ പൂക്കുറ്റി, ആ പേരുകൾ വരെ കേൾക്കുന്ന ചില വിവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനും കത്തി നിറയുന്നത്. നിങ്ങൾ കണ്ടു കാണും. 40 ലക്ഷത്തിന്റെ കണക്ക്, 3 കോടിയുടെ ഡിമാൻഡ്, ഇതിന്റെ റോഡിൽ നടന്ന ചില നാടകീയ സംഭവങ്ങൾ. സത്യത്തിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? ആകെ കൂടി ഭ്രാന്ത് പിടിച്ച ഒരവസ്ഥയായില്ലേ? എന്തായാലും നമുക്ക് ആദ്യം ദിയാസന തന്നെ ഒരു ചാനലിൽ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു. റസൂൽ പൂക്കുറ്റിയും ദിയാസനയും ലാസ്റ്റ് മൊമെന്റ് നമ്മുടെ സജന നൂറ് കയറി വന്നിട്ടുണ്ടാക്കുന്ന ബഹളം. ആദ്യം നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് ഫുൾ ആയിട്ട് കേട്ടു നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഞാനിപ്പോ സ്റ്റുഡിയോയിലാണ്. ഇയാള് പിന്നെ ഉമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ടായി, ഭയങ്കര ആങ്സൈറ്റി ആയി. അങ്ങനെ ഞാൻ ടിക്കറ്റ് 10:15 ഫ്ലൈറ്റിന് ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് ഡോക്ടറെ കാണിക്കാനായിട്ട് വഴിക്ക് കൊണ്ടിറക്കി. അവിടെ കക്ഷിക്ക് നിൽക്കാൻ പറ്റാത്തതിൽ മറിഞ്ഞു വീണ റോഡിൽ ആൾക്കാരെല്ലാം കൂടെ കൂടി അവിടെ നിന്ന് ബുക്ക് ചെയ്തൊരു കസേരയിൽ ഇരുത്തി ഡോക്ടറെ അവിടേക്ക് വിളിച്ചു വരുത്തി, നടു റോഡിൽ വിളിച്ചു വരുത്തി BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ കക്ഷിക്ക് ആങ്സൈറ്റി ആണെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ പൊക്കിയെടുത്ത് വീട്ടിൽ റൂമിൽ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്. 6:30 ഫ്ലൈറ്റിലേക്ക് ട്രിവാൻഡ്രത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മൊത്തം പ്രശ്നങ്ങളാണ്. അല്ല, ഇപ്പൊ സാറിന്റെ അടുത്തുണ്ടോ അവള്? എൻ്റെ അടുത്തുണ്ട്. പക്ഷെ നിങ്ങൾ സംസാരിക്കണ്ട. ഇല്ല, ഞങ്ങൾ സംസാരിക്കില്ല. നിങ്ങൾ സംസാരിക്കണ്ട. പക്ഷെ നിങ്ങൾ തിരുവനന്തപുരത്ത് കക്ഷി വരുമ്പോൾ നിങ്ങൾ പോയി കാണണം. കണ്ടിട്ട് ഞങ്ങൾ ഇനി ഒരു രീതിയിലും കണക്റ്റഡ് ആവില്ല സാർ. റിയലി സോറി സാർ. നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നോ എന്തോന്നും നമുക്ക് അറിഞ്ഞൂടാ. ഞാനാവില്ല. എന്നാ വെച്ചാൽ ദിയയ്ക്ക് അയച്ച വോയിസ് മെസ്സേജിലുണ്ട് ഇക്കായ്ക്ക് എന്നോട് ദേഷ്യമാണെന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളടത്ത് പിന്നെ നമ്മൾ ഇക്കായ്ക്ക് വേണ്ടി പോലും ഞാൻ ഒന്നും ചെയ്തില്ല. കാരണം കഴിഞ്ഞ പ്രശ്നത്തിൽ ഇക്ക എന്നെ തെറ്റിദ്ധരിച്ച്, ഇക്ക ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ പ്രശ്നത്തിൽ എന്നെ തെറ്റിദ്ധരിച്ച് ഇക്ക പറഞ്ഞെന്നാണ് പറയുന്നത് ഞാനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെന്ന്. അത് അങ്ങനെയാണോ ഇക്ക? അങ്ങനെയാണോ? എനിക്കറിയത്തില്ല. നിങ്ങൾ എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഇത് അറിഞ്ഞിട്ട് എന്റെ അമ്മ ബോധം കെട്ട് വീണ് ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്ന സമയം. ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ തവണ ഇവള് പോയി കുരുക്കിൽ ചാടിയപ്പോഴ് അന്നമ്മ എന്റെ നല്ല സുഹൃത്ത്, എന്റെ സുഹൃത്താണ്, എന്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നതാണ്. ഇവ എപ്പോഴും അന്നമ്മ എന്റെ അടുത്ത് ജസ്റ്റിഫൈ എങ്ങനെയാണ്? നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല, നിങ്ങൾ പറയുന്ന അവൾ കേൾക്കില്ല. അവൾ എന്റെ സുഹൃത്താണ്, അവൾ എന്റെ നല്ലത് മാത്രമേ നോക്കത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു നിന്റെ നല്ലത് മാത്രം നോക്കുന്ന നിന്റെ സുഹൃത്താണ്, കറക്റ്റ് ആണ്, നിന്റെ നല്ലത് നോക്കുള്ളൂ. പക്ഷേ നമ്മളൊരു കുഴിയിൽ ചാടുമ്പോൾ നെല്ലും പതിര് പറഞ്ഞു കൊടുക്കണ്ടേ? നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ? നമ്മളോടൊന്ന് ചോദിച്ചു നോക്കി. ഇവള് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞത് ഞാൻ വേറൊരു കാര്യം കൂടെ, അല്ല ഒരു മിനിറ്റ്, നെല്ലും പതിരും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്ന് ചോദിച്ചു നോക്കിക്കേ. എന്നിട്ടും ഞാൻ അവളുടെ കൂടെ നിന്നിട്ട് ഇന്നിപ്പോ ഞങ്ങൾക്ക് അയച്ച മെസ്സേജ് എന്നാണെന്നറിയോ? ഇക്കാടെ കൂട്ടത്തിൽ ഞങ്ങള് എന്താ പറയാ, അവൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താ പറഞ്ഞു കൊടുത്ത് ഞാൻ ഇക്കാനെയും കൂടെ തെറ്റിക്കുവാണ്, ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ ഇക്കാനെയും അവളെയും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങൾ ചെയ്യുന്നു. ഇവള് സ്പീക്കർ ഇട്ട് ഞങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മമ്മിക്ക് വയ്യാണ്ടായത്. അറിയാവോ ഇക്ക? എന്റെ അമ്മയ്ക്ക് സ്ട്രോക്ക് വന്ന് കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായത്. ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം എനിക്കിനി നിങ്ങളുടെ ഇതിൽ ഇടപെട്ട് എനിക്ക് പഴി കേൾക്കാൻ വയ്യ. കാരണം എനിക്ക് എന്റെ ലൈഫ് ഉണ്ട്. ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, അല്ല ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, 10 വർഷം ഞാൻ ഇൻഡസ്ട്രിയിൽ നിന്നാലും ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട്. എന്റെ ഫാമിലി അങ്ങനെ അല്ല. ഇക്കായുടെ ഫാമിലി വരുന്നല്ലേ എന്റെ ഫാമിലി. എന്റെ കസിൻസ് ഫുള്ളി ഇപ്പൊ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇക്കൊക്കെ അറിയോ? ദിയ സാക്ഷിയാണ്. എന്നെ എല്ലാവരും പറഞ്ഞു ഒരു പ്രാവശ്യം നിന്നെ സജന ദ്രോഹിച്ചതാണ്, നീ എന്തിനു തിരിച്ചു കയറ്റിയെന്ന് പറഞ്ഞിട്ട് എന്റെ കസിൻസ് കോട്ടയത്ത് നിന്ന് വരെ വന്നിട്ടുണ്ട്. അറിയാവോ? ഇവൾ എന്നോട് പറഞ്ഞെന്നറിയോ ഇപ്പൊ എന്റെ ലൈഫ് ഇടപെടരുതെന്ന്. പിന്നെ ഇവളുടെ ഉമ്മീനെ വിളിച്ചെന്ന്. ഇവൾ അവിടെ കിടന്ന് ഷാദിത്തിനെ വിളിച്ച് ഞങ്ങൾ തിരിച്ച് കയറി വാ പട്ടീനെ പോലെ പറഞ്ഞു. ഞാനും ദിയേം പറഞ്ഞു. ഇവള് കേൾക്കാണ്ടായപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മീനെ വിളിച്ചു. കാരണം എന്താ, ഇവള് കാണിക്കുന്ന രീതി വെച്ചിട്ട് ഉമ്മയെങ്കിലും പറയുന്നത് കേട്ട് തിരിച്ചു വരട്ടെ എന്നും. പിന്നെ എന്റെ വീട്ടിൽ നിന്നാണ് പോയത്. ഇക്ക ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയിട്ട് ഷാദിത്തേക്ക് എന്ത് സംഭവിച്ചാലും ഇവക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് മനസാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാൻ ഇവളെ കൂടെ പറപ്പിനെ പോലെയാണ് കണ്ടത്. ഇവൾ ഇന്ന് പറഞ്ഞ കുറെ വാക്കുകൾ ഇന്നിപ്പോ എനിക്ക് അയച്ച ഒരു വോയിസ് ഉണ്ട്, ഞാൻ ഇക്കായ്ക്ക് അയച്ചു തരാം. മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് മാനിപ്പുലേഷൻ ചെയ്യണത്. ഞാൻ ഇക്കാനെ ഇവളെയും കൂടെ തെറ്റിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇക്കാൻ്റെ അടുത്ത് ഇവളെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കോൺഫറൻസ് കോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞു, ഇക്കോടെ എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ? ഞാൻ ഇപ്പൊ അവളെ കേൾപ്പിച്ചാൽ കുഴപ്പമില്ല, അവളെ മുമ്പിൽ എന്ന് പറഞ്ഞു ഇക്ക എന്നെ പറ്റി എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇക്കോടെ എന്താ ഇവളെ പറ്റി മോശം പറഞ്ഞു തന്നേക്ക?
ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അല്ല ദൈവത്തിന് ഞാൻ ഈ നിമിഷം വരെ ഞാൻ ദിയുണ്ട് എല്ലാവരും ഉണ്ട്. ഞാനൊരു കാര്യം പറയും, ഇന്ന് ഈ നിമിഷം വരെ അവളുടെ നല്ലത് മാത്രം ആഗ്രഹിച്ച് കൂടെ നിന്നവളാ. പക്ഷെ ഇവൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തിനും കർമ്മയ്ക്കോ വിട്ടുകൊടുക്കുന്നത്. എന്നെ വേദനിപ്പിച്ചവരെല്ലാം വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഞാനത് കർമ്മയ്ക്ക് ഞാനൊരു കാര്യം പറയട്ടെ, ഒരു മിനിറ്റ്. രണ്ട് കാര്യങ്ങൾ എനിക്ക് ഇന്ന് നല്ല രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഒരിക്കലും സജനയായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല എന്ന് തീരുമാനം എടുത്ത സമയം അതായിരുന്നു. രാവിലത്തെ കോൾ വന്ന സമയത്ത് അവൾ എൻ്റെ അടുത്ത് നിന്നുകൊണ്ട് എനിക്ക് റിലേഷൻഷിപ്പ് തുടരണ്ട, എനിക്ക് 3 കോടി മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അവളോട് പറഞ്ഞു, നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, അവർക്ക് ഏതെങ്കിലും രീതിയിൽ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. എൻ്റെ പൊന്നു മോളെ നീ കാല് പിടിച്ച് പറയണം, നീ വാന്ന് പറഞ്ഞു പറയണേ, അവർ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. ഈ 2 സ്റ്റേറ്റ്മെന്റ് കേട്ടതോടുകൂടി ഞാൻ അവളുടെ മനസാക്ഷിയെ ഞാൻ മനസ്സിലാക്കി. എനിക്ക് അങ്ങനത്തെ മനുഷ്യ പറ്റില്ലാത്ത ഒരാളുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട. പിന്നെ ഈ അന്നമ്മയും ഞാനും ആകെ കാണുന്നത് ലാസ്റ്റ് ടൈം തിരുവനന്തപുരത്ത് വന്ന സമയത്താണ്. അവൾ എനിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, നീ അന്നമ്മേനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന്. എനിക്ക് ഇവരുമായിട്ടൊന്നും എനിക്ക് ഈ പറഞ്ഞ അന്നമ്മയായിട്ട് പോലും എനിക്ക് ബന്ധമില്ല. ഞാൻ സജിന ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഇന്ന് അന്നമ്മയുടെ ഫ്ലാറ്റിൽ പോലും വന്നത്. ഞാൻ ഇന്ന് ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം ഇവിടുന്ന് മാറും. എനിക്ക് അന്നമ്മയല്ല, എനിക്ക് ഇമ്പോർട്ടൻസും ഇല്ല അന്നമ്മ. ഞാൻ അവളെ മുമ്പിൽ ഇരുന്ന് തന്നെ അത് പറയുന്നത്. പക്ഷേ അവള് ഓരോ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാധനം കാണുമ്പോൾ എന്നോട് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിച്ചും എന്റെ ലൈഫിനാണ് അത് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ രണ്ടുപേരും കാര്യം മനസ്സിലായി. നിങ്ങൾ രണ്ടുപേരും അയാളുടെ സുഹൃത്തുക്കളാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്ന എനിക്ക് അറിയത്തില്ല സാർ. ഞങ്ങളിപ്പോ പറയാണ്, ഷാദിദായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സഹായം നമ്മളിൽ നിന്ന് ആവശ്യമുണ്ടോ? ഞാൻ ഇപ്പോഴും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. ഞാൻ പറയുന്നത് കാരണം നിങ്ങളും കൂടെ കാരണം തന്നെയാണ് അവളുടെ റിലേഷൻഷിപ്പിനകത്തുള്ളത്. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. പക്ഷെ ഒരു സ്ത്രീയും 2 മക്കളും ഇത് അനുഭവിക്കുമ്പോൾ ആസ് ആൻ ആക്ടിവിസ്റ്റ് ഞാൻ എന്റെ എത്തിക്സ് എന്ന് പറയുന്നത് ഇതല്ല. എന്റെതെന്ന് പറഞ്ഞാൽ ഞാൻ അവരൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, സാർ അവരെന്ത് ആവശ്യപ്പെട്ട് സംസാരിച്ചാലും ഞാൻ അവരൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞത്. ഞാൻ ഒരിക്കലും നിങ്ങളൊപ്പം അല്ല നിൽക്കുന്നത്. പക്ഷേ ആ സ്ത്രീക്കൊപ്പം ഞാൻ നിൽക്കും, നിങ്ങളുടെ ഭാര്യയ്ക്കൊപ്പം ഞാൻ നിൽക്കും. അവർ അത്രയും കണ്ടീഷനിൽ ഹെൽത്ത് പ്രശ്നമായി നിൽക്കുന്ന അവരെ കൺസിഡർ ചെയ്യാൻ പറ്റാത്ത സജനയുടെ മനസ്സാക്ഷി എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ പറഞ്ഞുതരാം സാർ, അവൾ ആങ്സൈറ്റിയോ അവൾ പ്രശ്നമോ അവളെ ഞങ്ങളടുത്ത് മെസ്സേജ് അയച്ചു, അവൾ ആത്മഹത്യ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങനെ ഇനി ഒന്നുകൂടെ എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ അപ്പം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിക്കും. എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നടുത്തുകൊണ്ട് അവൾ എൻ്റെ അടുത്ത് ആത്മഹത്യ ചെയ്യാമെന്ന് പറയുന്നത്. സാർ ആ കുട്ടിയെ രക്ഷിക്കണം, എനിക്ക് ഇതേ ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ, അതിലപ്പുറത്തൊന്നുമില്ല. സാർ നമ്മൾ പറഞ്ഞു, ഞങ്ങൾ ഇതുവരെയും സാറിൻ്റെ അടുത്ത് ഈ രീതിയിൽ ഞാൻ സാറിൻ്റെ അടുത്ത് ഒപ്പോസ് ചെയ്ത് ഒരു തരത്തിലും ഞാൻ സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയ സാഹചര്യമാണ്. കാരണം അവളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് കരുതിയിട്ടാണ് അവൾക്ക് ഒപ്പമാണ് ഞങ്ങൾ നിന്നിട്ടുള്ളത്. അവൾ ഇങ്ങ് വാന്ന് പറഞ്ഞത് അവളുടെ ഹെൽത്തിനെ ഒന്നും ദിയാണ് സംസാരിക്കുന്നത്. ദിയ എന്തിനാണ് എന്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? ഒച്ച ഉണ്ടാക്കരുത്. നിങ്ങൾ അവരെ കുറിച്ച് നിങ്ങൾക്ക് ശബ്ദം ഉണ്ടാക്കരുത്. എന്തിനാണ് ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട്? നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്. മോശമാണ് ഭയങ്കരമായിട്ട് കാണിക്കുന്നത്. നിങ്ങൾ കൂടി ഞാൻ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. കേട്ടല്ലേ? നിങ്ങൾ കണക്ട് ചെയ്തതാണ് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾ ഫോൺ വെക്കും. ഞാൻ ഇപ്പൊ ഏത് അവസ്ഥയിലാണ് തിരിച്ചു ഇവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. നിങ്ങളിപ്പോ സമാധാനമായിട്ടിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇവള് കിടന്ന് കാണിക്കുന്ന സാധനത്തിനകത്ത് നിങ്ങൾ വീണ്ടും നിന്ന് കൊടുക്കണം. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ പ്രശ്നത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളെ വഴിക്ക് വിട്ടിട്ട് അവളെ കയറ്റി വിടാൻ നോക്കും. നിങ്ങൾ കാര്യം നോക്കും. ഇതിൽ എന്തെങ്കിലും സംഭവിച്ചാലും അത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ സന്നദ്ധനായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. എന്റെ പൊന്നെ, ആകെ കൂടി ഒരു ബഹളമയം തന്നെയാണ് ഈ ഒരു കാര്യത്തിലല്ലേ. കുറച്ച് ദിവസം ആയല്ലോ ഈ ഒരു ലൂപ്പ് ഹോൾ ഇങ്ങനെ കിടന്ന് കറങ്ങി തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ എൻഡിങ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല. ഒരാൾ ഇന്ന് തെളിവിടുമെങ്കിൽ അടുത്ത ആള് വേറൊരു ദിവസം തെളിവിടും. അങ്ങനെ ആകെ മൊത്തം തെളിവുകളുടെ ഒരു ശേഖരം തന്നെയാണ്. എന്തായാലും നമുക്ക് ഇവിടെ പല കാര്യങ്ങൾ നമ്മൾ കണ്ട് നമ്മുടെ ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പൂക്കുറ്റിയുടെ സ്റ്റുഡിയോയില് ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാജ്യം മുഴുവൻ ആദരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോക്കകത്താണ് ഈ ഒരു തല്ലും ബഹളവും ഒക്കെ നടക്കുന്നത്. ശരിക്കും ഞാൻ ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് കേട്ടോ വന്നത്. കാരണം പുറത്ത് നമ്മൾ ഇവരെ കാണുന്നത് വളരെ വലിയ പ്രൊഫൈലിലാണല്ലേ. റസൂൽ പൂക്കുറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഓസ്കാർ വിന്നിംഗ് അവാർഡ് ജേതാവെന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പ്രൊഫൈലാണ്. ഒരു മ്യൂസിക് ഡയറക്ടറാണ്, സെലിബ്രിറ്റിയാണ്. പക്ഷെ ഉള്ളിൽ വെച്ച് നടക്കുന്ന എന്താണ് ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെയുള്ള പെരുമാറ്റങ്ങളും തല്ലുമാലങ്ങളും ഒക്കെ തന്നെയാണ്. എന്നാലും ദിയാസ് എനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു 44 മിനിറ്റിനോട് തന്നെ ആ ഒരു സിനിഫൈൻ എന്ന് പറയുന്ന ചാനലിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു കുറച്ച് ഭാഗം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. പൂക്കുറ്റി പറഞ്ഞു അയാളുടെ ഭാര്യയ്ക്ക് നീ മെസ്സേജ് അയച്ചു, അപ്പം നീ അത് ചെയ്യരുത്, അവർക്ക് ബ്രെയിൻ ട്യൂമർ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്, അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നീ അതിന് സമാധാനം പറയേണ്ടി വരും സജന, നീ ഇങ്ങനെ ചെയ്യില്ല, നീ എത്രയും പെട്ടെന്ന് നിങ്ങൾ വാന്ന് പറഞ്ഞു അവളെ കാല് പിടിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക അവളെ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് പറയാണ്, എനിക്ക് അവര് മരിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ ജീവിതം സേഫ് ആക്കിയാൽ മതി, എനിക്കിപ്പം ഷാദിദയുടെ കാര്യം അറിയേണ്ട കാര്യമില്ലാന്ന്. ആലോചിച്ച് നോക്കണം, ഒരു ഭാര്യ ഉള്ള ഒരാള് അയാള് വേറൊരാളിന്റെ അടുത്ത് റിലേഷൻഷിപ്പ് വയ്ക്കുന്നു. ഈ സ്ത്രീ ആ ഭാര്യയായിട്ടുള്ള ആ സ്ത്രീക്ക് ഒരു കൺസേണും കൊടുക്കാതെ അവർ ചത്താലും കുഴപ്പമില്ല, അവർ ചാവണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്നിട്ട് അവൾക്ക് അയാളുടെ ലൈഫിൽ കയറി പോകണമെന്ന്. എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നത്? അവൾ പറഞ്ഞല്ലോ MDMA പേരിലാണ് അവളുടെ അടുത്ത് പിണങ്ങിയെന്ന്. ഒരിക്കലും അല്ല. ഈ വിഷയം പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അവളെ തെറി വിളിച്ചു. നല്ല വൃത്തിക്കാണ് ഞാൻ തെറി വിളിച്ചത്. എനിക്ക് അതിനകത്ത് ഇതൊന്നും തോന്നുന്നില്ല. ഒരു സ്വന്തം ഭാര്യ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് വരണം, മരിച്ചാലേ എനിക്ക് അതിന് സൗകര്യം കിട്ടണമെന്ന് ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ, ഞാൻ അപ്പോഴും പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇതുകൊണ്ട് പറഞ്ഞു, ഇത് ഫിറോസ്ക്ക് വല്ല അറിഞ്ഞാലോട്ടല്ലോ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആവാതെ നീ ഇത്തരം വിഷയങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ഫിറോസ്ക്ക് വല്ല അറിഞ്ഞാലുള്ള ഭവിഷ്യത്തിനെ പറ്റി നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ പറയുന്നത്. എനിക്ക് അവനെ പറ്റിയിട്ട് ഒരു ചുക്കും അറിയേണ്ട കാര്യമില്ല.
അവൻ എന്റെ കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു എന്നുള്ളത്, അതായത് കുഞ്ഞിനെ അബ്യൂസ് ചെയ്തു ഫിസിക്കലി പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും അവനെതിരെ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഞാൻ മൈനറായി നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞ ഈ വിഷയത്തെ ഞാൻ വളരെ ഗൗരവമായിട്ട് കാണുകയും എനിക്ക് ആകെ ഷോക്കാവുകയും ഞാൻ മാനസികമായിട്ട് നല്ല ബുദ്ധിമുട്ടാവുകയും നല്ല രീതിയിൽ ചീത്തവിളിയെന്ന് മാത്രമല്ല ഞാൻ ആകെ ഷോക്കായിട്ട് ഞാൻ തരിച്ചിരുന്നു പോയി. അതുവരെ മോനെ 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 എന്ന് വിളിക്കുന്ന ഒരു സജനനെയാണ് എനിക്ക് അറിയുന്നത്. ഒന്ന് ആലോചിക്കണം, സ്വന്തം കുഞ്ഞിനെയാണ് അവൾ എൻ്റെ അടുത്ത് ഇത് പറയുന്നത്. ഇത് കേട്ടവരും അറിഞ്ഞവരും ഇതേ വർത്താനം പറഞ്ഞവരുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ സീക്രട്ട് ആയിട്ട് സായി എടുത്ത് നിങ്ങൾ ചോദിച്ചു, ഇതേ കാര്യം അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും ഞാൻ CWCക്ക് ഫിറോസിക്കാക്കെതിരെ വേറെ 17 വയസ്സായ ഒരു കുട്ടിക്കെതിരെ വെച്ച ഒരു അലിഗേഷൻ ഉണ്ട്. അതിനെതിരെ ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. അത് തെളിയിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ സജന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അത്തരത്തിലുള്ള അലിഗേഷൻ നടത്തിയതിന് പറയണം. ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് വിശ്വസിക്കാത്തതെന്ന് ചോദിച്ചാൽ, സജന എന്നോട് സ്വന്തം മകളെ പുള്ളി ഉപദ്രവിച്ചു എന്നുള്ള സംഭവം പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഒന്ന് ആലോചിക്കണം. എന്നിട്ട് വീണ്ടും എടുത്ത് ചോദിച്ചപ്പോൾ ആ ഫിസിക്കലി അല്ല, അത് പിന്നെ ഞാൻ അത് വലിയ ട്രിഗറായി സംസാരിക്കുമ്പോൾ ഇല്ല, ഫിസിക്കലി അല്ല, അത് മെന്റലി ഇവിടെ പറഞ്ഞതാണ്. ഒന്ന് ആലോചിക്കണം. അപ്പോൾ അവൾ എന്തിനും മടിക്കത്തില്ല. അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സൗഹൃദത്തിൽ കൂടെ തുടരും? ഇങ്ങനെയാണ് ഞാൻ അവളുമായിട്ട് തെറ്റുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ നല്ല വൃത്തിക്ക് തെറി വിളിച്ചു. ഇനി ജന്മത്തെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ കാലേ വരെ തറയിലടിക്കുമെന്ന് തന്നെ പറഞ്ഞു. എനിക്കിനി ഒരു രീതിയിലും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് അവർക്ക് അച്ചായന് മൈച്ചു കൊടുത്തു എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ കൊരയ്ക്കാത്ത പട്ടി കൊരയ്ക്കുമെന്ന് പറയുന്ന കണക്ക്, ഈ കടിക്കാത്ത പട്ടി കടിക്കുമെന്ന് പറയുന്ന കണക്ക് അവസാനം വന്നാൽ എന്നെ ചൊറിഞ്ഞ് മാന്താൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും നോക്കാം. എന്തായാലും നാണം കിട്ടില്ലേ? നാണം കേട്ട് അങ്ങേറ്റിരിക്കും ഞാൻ. ഇനി പിന്നെ എനിക്ക് ഇനി നാറാൻ എന്തുവാ? അതൊന്നും നാറാനല്ല. പക്ഷെ നാറാനുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളും ബന്ധങ്ങളും എല്ലാം പല ആൾക്കാർക്കും ഉണ്ട്. അപ്പം നിന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല, നീ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഫെസിപ്പ് ചെയ്ത് നീ ആണെന്നോ അല്ല മറ്റുള്ളവരാണെന്നല്ല, ചെയ്തവരായാലും കൊള്ളുന്നവരെന്തായാലും വീഡിയോസ് ഇടുന്നുണ്ടല്ലോ. അതിനുള്ള കാര്യങ്ങൾ ഞാൻ നിയമവശാ നീങ്ങുവാണ്. നീ എന്ന് പറഞ്ഞാൽ നിയമവശാലേ എൻ്റെ കുറേ സാധനങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. അതെനിക്ക് എവിടെ നിന്ന് ലീക്കായെന്ന് എനിക്കറിയണം. പല കാര്യങ്ങളും ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 3 പേർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. അച്ഛൻ അയച്ചിട്ടുണ്ട്, ഷാലുവിന് അയച്ചിട്ടുണ്ട്, അല്ല മറ്റേ നമ്മുടെ ദിയയ്ക്ക് അയച്ചിട്ടുണ്ട്, നിനക്ക് അയച്ചിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പേഴ്സണലായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ച് നിങ്ങളും പേഴ്സണലായിട്ട് പല കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾ പലതും എനിക്കറിയാം. പക്ഷേ അതൊന്നും ഞാൻ എന്റെ തന്തയല്ല, നിങ്ങളെ തന്ത. അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങോട്ട് ആരെങ്കിലും മാന്താൻ നിൽക്കില്ല. പക്ഷേ ഇങ്ങോട്ട് ചൊറിയാന്ന് വെച്ചാൽ ആരാണ് മാന്താത്തത്? സൈ കേട്ട പുലി ഉല്ലും തിന്നു പറയുന്ന അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി ഞാൻ ഒന്നും നോക്കുന്നില്ല, നിയമവശ പോ. പക്ഷേ ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി നല്ല രീതിയിൽ കയറി മോന്റെ കൊല്ലും എല്ലാത്തിനും. ഒരു പച്ച അപരാധമായതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിഷയത്തിനകത്ത് കൂടുതൽ എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊക്കെയാണല്ലോ പലരും പറയുന്നത്. പക്ഷെ സജന ഇപ്പോൾ ഓരോ നേരവും മസാല ദോശ ഓർഡർ ചെയ്ത് കഴിച്ച് വലിയ ലക്ഷറി ലൈഫാണെന്നാണ് പല റിയാക്ടർമാരും അവരുടെ ട്രോളുകൾ പറയുന്നത്. നമ്മുടെ പൂക്കുറ്റിയോട് ഇന്ന് മസാല വേണം, നാളെ വട വേണം എന്നൊക്കെ പറഞ്ഞ് വലിയ പണത്തിന്റെ കൊഴുപ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആകെ കൂടിയുള്ള സംസാരം. ഇതിന്റെ ഇടയിലാണ് ഫിറോസിന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡുകൾ വരുന്നത്. അവർ പറയുന്നത്, എനിക്ക് ഈ റിലേഷൻഷിപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല, എനിക്ക് 3 കോടി രൂപ വേണം എന്നൊക്കെ തന്നെയാണ്. എന്തായാലും ഫിറോസ് ഖാൻ ഇവിടെ കൃത്യമായിട്ടുള്ള വോയിസ് റെക്കോർഡുകളൊക്കെ തെളിവുകളും സഹിതം പുറത്തു വിട്ടത് കൊണ്ട് തന്നെ എന്താ പറയുക, ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സജനെ വാഴ്ത്തി പാടുമായിരുന്നു. പെണ്ണാണ് എന്നുള്ള ആ ഒരൊറ്റ കൺസിഡറേഷൻ ആണല്ലോ വിക്ടിം കാർഡ്. അത് ഇറക്കി രക്ഷപ്പെടാൻ ഇവർക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. ഇതിനിടയിലാണ് കുഞ്ഞിന് ചെലവിന് കൊടുക്കുന്ന പൈസയെ കുറിച്ചുള്ള തർക്കമൊക്കെ വരുന്നത്. ആണുങ്ങളോടും പെണ്ണുങ്ങളോടും താല്പര്യമുള്ള ആണ്. അപ്പം എനിക്ക് പേടിയുണ്ട് എന്റെ മകനെ കൂടെ കൊടുത്തു. കാരണം 16 വയസ്സായ ഒരു കുട്ടിയെ പീഡിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ അവന്റെ മോനെയും കൂടെ അവൻ അതുപോലെ മിസ്യൂസ് ചെയ്യുന്നത് പേടിയുണ്ട്. അതുപോലെ ഒരു കാര്യം ഞാൻ കേട്ടോണ്ടാണ് പറയുന്നത്. എന്റെ ദിയാസന, നീ വന്ന് ഭയങ്കര പാവം പിടിച്ച കണക്ക് ഈ ദിയ ആരും കണ്ടിട്ടില്ല കേട്ടോ. എന്തോ ഒരു സൗമ്യം. ദിയ എടുത്ത് ആരെങ്കിലും ചിപ്പോന്ന് പറഞ്ഞാൽ ദിയ കയറി പറയാൻ പോകുന്നത് അതിന്റെ ഇരട്ടി ചീത്തവിളിയായിട്ടായിരിക്കും ദിയാസന. മീഡിയയിലാവട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലാവട്ടെ, അവൾ എവിടെ അങ്ങനെയാണ് പറയാം. അല്ല ദിയ, അപ്പം നീക്ക് എന്താ പേടിയുണ്ടോ? എന്റെ മുഖത്തിനൊക്കെ ഭയങ്കര പേടി നോക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. നിന്റെ കൂടെ ഉള്ള ആൾക്കാർ നിന്നെ പണിയാത്ത എന്താണെന്നറിയോ? കാരണം അവരും സെയിം തെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവർ പേടിക്കും. കാരണം നിന്റെ പേരിൽ ഒരു അലിഗേഷൻ കൊണ്ട് അല്ലെങ്കിൽ കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ അവരും കൂടെ അല്ലേ പൊങ്ങുന്നത്. അപ്പം തെറ്റ് ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ പ്രതികരിക്കും. അപ്പം എൻ്റെ മോളെ, നിനക്ക് മാത്രമല്ല ഫിറോസ് ഖാനും പിന്നെ എന്നെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടി പോയ ഒരു ദുബായിൽ ഒരുത്തുണ്ട്. ഞാൻ ആ വീഡിയോക്കകത്ത് പ്രത്യേകം എന്തോ ഭാഗ്യത്തിന് ആ സാധനം പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് ട്രിഗർ ചെയ്തിട്ട് അടുത്തൊരു വോയിസ് റെക്കോർഡ് വന്നിട്ടുണ്ട്. റോഷിനി എന്ന് പറഞ്ഞിട്ട് ദുബായിലെ ഏറ്റവും നമ്പർ 1, എനിക്കത് പറയാൻ താല്പര്യമില്ല, അങ്ങനത്തെ ഒരു നിങ്ങൾ ഇപ്പോൾ അവളെ വോയിസ് മാത്രമേ കേട്ടുള്ളൂ. ഇനി അവളുടെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ ഞാൻ അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ടാം. കാരണം ഫോട്ടോ എൻ്റെ കയ്യിൽ കാണിച്ചു തരാം. ഞാനത് അവളാണ് റോഷിനി. കാരണം എന്തായാലും ഞാൻ ഇത്രയും അറിയില്ലേ. അപ്പോൾ എന്നെ ഒന്ന് ഭയങ്കരമായിട്ട് റോഷിനി, നീ എന്നെ നശിപ്പിക്കാൻ നോക്കിയ എന്നെ ഞാൻ വെറുതെ വിട്ടാം, പോട്ടെ ജീവിക്കുക എന്ന് പറഞ്ഞ് വെറുതെ വിട്ടവളെ നീ ആയിട്ട് ചൊല്ലി മേടിക്കരുത്. പിന്നെ ഫിറോസ് ഖാനിന് ഓഫ്കോഴ്സ് അവരുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് ഇനി എനിക്കറിയത്തില്ല. കാരണം ലോകത്തുള്ള എല്ലാ പെണ്ണുമായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇത്രയും സപ്പോർട്ട് ചെയ്തവർ വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ലേഡി ആയതുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം കാണും. അതൊന്നും നമ്മൾ പറയുന്നില്ലേ. പിന്നെ ഫിറോസ് ഖാൻ ഒരു അലിഗേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞിൻ്റെ കാര്യം, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം. അതായത് എന്റെയും ഫിറോസ് ഖാൻ ജനിച്ച കുഞ്ഞിനെ കുറിച്ച്. നാണമില്ലയോടോ തനിക്ക്? ഫോൺ തരത്തില്ലടോ. ഇത്രയും നാൾ തനിക്ക് ഞാൻ ഫോൺ തന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും തനിക്ക് എൻ്റെ കുഞ്ഞിനെ ഫോൺ കോളും തന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കല്ല ഞാൻ കുഞ്ഞിനുള്ള സ്പേസ്. തന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ല, തന്നോട് ബഹുമാനം കൊണ്ടല്ല. ആ കുഞ്ഞിന് തന്ത എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫാദർ എന്നൊരാളെ അവന് ആവശ്യമുണ്ട്. എൻ്റെ കുഞ്ഞും ഇതുപോലത്തെ ഒരു വേദന എൻ്റെ മൂത്ത മൂട് അനുഭവിച്ചതുകൊണ്ട് ഞാൻ ആ തന്തയും മക്കളെയും തീപ്പിരിപ്പിക്കാതെ നോക്കണം. അത് തന്നോടുള്ള ബഹുമാനമല്ല. എൻ്റെ കുഞ്ഞിന് ഇട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാൻ തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോകേണ്ട, അങ്ങനെയാണ് പ്രത്യേകം പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് വെറുക്കപ്പെടും. പക്ഷേ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോട് ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാരമാണ്. എൻ്റെ
ശിക്ഷയാണോ അത്? സത്യം പറഞ്ഞാൽ തന്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷൻ കൂടെ ഞാൻ തന്നെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ യൂസ് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. താൻ ലീഗലി പോടോ. ലീഗലി പോയിട്ട് ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാം. തന്റെ കുഞ്ഞിനെ കാണുന്നുണ്ടെങ്കിൽ ലീഗലായിട്ട് പോകാം. ഇത്രയും നാൾ ഞാൻ തന്നെ വേണ്ടിയിട്ട് ആ കുഞ്ഞിനെ മറച്ചു വെച്ചിട്ടുള്ള 2,500 രൂപ ചെലവിന് തന്നിട്ട് ഒരു വർഷം കൊണ്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് വിളിച്ചത് എൻ്റെ ഉമ്മയുടെ ഫോണിൽ 2,500 രൂപ ചെലവിന് തന്നിട്ട് 2,000 ആദ്യം അയച്ചു. പിന്നെ 500 കൂട്ടി. ഒരു മാസം മറ്റേ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസമായപ്പോഴത്തേക്ക് 500 കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തൊന്നുമല്ല. തനിക്ക് ജോലിയുണ്ട്. വേറെ ഭാര്യ മക്കളോ വേറെ ഉണ്ടോ അതെനിക്ക് അറിയത്തില്ല. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ. തനിക്ക് ഉണ്ടോ എനിക്ക് അറിയത്തില്ല. അപ്പോൾ തനിക്ക് ഇത്ര ചെലവൊന്നുമില്ലല്ലോ. സ്വന്തം കുഞ്ഞിനെ പോലും കൊടുക്കും. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിൽ പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അടുത്ത് തർക്കിക്കാനോ വന്നിട്ടില്ല. 2,500 രൂപയിലെ ഫിറോസെ നീ എന്റെ കുഞ്ഞിനെ അയച്ചു തരുന്നത് നിനക്ക് അത്രയ്ക്ക് പുച്ഛമാണോ എന്നാണ് സജന ചോദിക്കുന്നത്. ഒരു ഭാഗത്ത് 1 രൂപ പോലും കയ്യിലില്ല എന്ന് പറയുകയും മറുഭാഗത്ത് കോടികളുടെ കണക്കുകളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇനി ഇവിടെ ദിയാസിനയുടെ ഒരു ഡൈവോഴ്ഷൻ വന്നല്ലോ. അത് പൊതുവെ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുറ്റിയെ ഈ ഒരു കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ദിയാസിനയെ നൈസായിട്ട് ഇതിലേക്ക് വലിച്ചെത്തിക്കുകയാണ് എന്നാണ് പലരും ആരോപിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയയിൽ ദിയാസിനയ്ക്ക് ഭയങ്കര നെഗറ്റീവ് ഇമേജ് ആണുള്ളത്. ദിയ പുറത്ത് ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കുമെങ്കിലും ഉള്ളിൽ മറ്റൊരു മുഖമുണ്ട് എന്നാണ് ഉയരുന്ന വിമർശനം. ദിയയുടെ പേര് ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പബ്ലിക്കിന്റെ ശ്രദ്ധ അങ്ങോട്ട് മാറും. അങ്ങനെ വരുമ്പോൾ ഈ ഒരു പൂക്കുറ്റി അങ്കിൾ ഉണ്ടല്ലോ നൈസായിട്ട് അങ്ങ് സേഫ് ആകുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും ബുദ്ധി കൊള്ളാം. 3-4 കോടി രൂപയുടെ ബ്ലാക്ക് മെയിലും കഥകളും പൂക്കുറ്റിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടും പുള്ളിയെ വെളുപ്പിച്ചെടുക്കാനാണ് ഈ നാടകങ്ങളെല്ലാം എന്നാണ് അണിയറ സംസാരം. ഏറ്റവും ഒടുവിൽ സജന ലൈവിൽ വന്നിട്ട് ഒരു ഓപ്പൺ ചാലഞ്ച് തന്നെ നടത്തുന്നുണ്ട്. ഞാൻ MDMA കഞ്ചാവോ ഒന്നും ഉപയോഗിക്കാറില്ല. ധൈര്യമുണ്ടെങ്കിൽ ദിയാസിനെയും ദുബായിലുള്ള റോഷ്നിയും ഫിറോസ് ഖാനും വന്ന് ഡ്രഗ് ടെസ്റ്റ് ചെയ്യൂ എന്നാണ് സജന പറയുന്നത്. എന്നെ കുറിച്ച് ഇപ്പം കുറെ അലിഗേഷൻ രണ്ടാമത് കുറെ വന്നു. ദിയാസനയുടെ കാര്യം, ഫിറോസ് ഖാനും കൂടെ. ഞാൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട രീതി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാതെ MDMA കുറേ സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടെസ്റ്റ് ചെയ്യും. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് ചിലപ്പം ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും ഇടുന്നത്. കാരണം എനിക്ക് ഇവരെയൊക്കെ പേടിയുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എൻ്റെ ശരീരത്തിൽ കെട്ടിക്കൊണ്ട് ഇടുമോ എന്നൊക്കെ പേടിയുള്ളതുകൊണ്ട് എത്രയും വേഗം തന്നെ എന്നെ ടെസ്റ്റ് ചെയ്ത് എന്നെ അറിയാവുന്ന ആൾക്കാരുടെ മുന്നിൽ ഞാൻ ഈ വക സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തെളിയിക്കേണ്ട കടമ എനിക്കാണ്. ചിലപ്പം ഈ വീഡിയോ ടെസ്റ്റ് ചെയ്യുന്ന ശേഷം അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്തോളൂ. അതിനുശേഷം എൻ്റെ ശരീരത്തിൽ എന്ത് വന്നാലും അതിനുള്ള ഫുൾ ഉത്തരവാദിത്തം ഞാൻ പോലീസ് സ്റ്റേഷനിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിലും എന്തെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടോ എനിക്ക് പേടിയാണ്. കാരണം ക്രിമിനലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ അവരെന്തായാലും നെക്സ്റ്റ് അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെക്കൊണ്ട് ടെസ്റ്റ് ചെയ്യുക. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ പോവാണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റേഷനിലാണോ അതിൻ്റെ ലീഗൽ വശം എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എന്തായാലും ലീഗൽ വശമായിട്ട് തന്നെ ഞാൻ എന്നെ ടെസ്റ്റ് ചെയ്യും. ഞാൻ അവരുടെ റിക്വസ്റ്റ് ചെയ്യും. അതുപോലെ അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ദിയാസന നീ വന്ന് ടെസ്റ്റ് ചെയ്യടി. അതേപോലെ തന്നെ റോഷ്നി നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. നിന്നെ ഫോട്ടോയും വെളിയിലായിട്ടുണ്ടല്ലോ, നീയും വന്ന് ടെസ്റ്റ് ചെയ്യണം. ഫിറോസ് ഖാനെ എനിക്കറിയത്തില്ല ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ താനും വന്ന് ചെയ്യണം ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ 3 പേരുമാണ് എന്നെക്കുറിച്ച് ഈ അലിഗേഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. അപ്പം ഈ 3 പേര് എന്നെക്കുറിച്ച് പറയാണെങ്കിൽ അവകാശം ഉണ്ടെങ്കിൽ അവരും വന്ന് തെളിയിക്കണം. അതുകൊണ്ട് ഈ ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പറയുക, നിങ്ങൾ ഈ കണ്ട ലോകത്ത് പോക്സോ കേസ് എന്ന് പറയുന്ന സാധനങ്ങളും ഇല്ലീഗലായിട്ട് നടക്കുന്ന കാര്യങ്ങളും മറച്ചു വെച്ചിട്ട് അതൊക്കെ വച്ചിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും പോകുന്ന അത് പിടിച്ചതറിയാതെ ഈ നാട്ടിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന സാധനങ്ങൾ, പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ പ്രായപൂർത്തിയാവാത്ത ഒരു കൊച്ചിനെ പീഡിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്, അത് ഈ ലോകത്ത് നടന്നോട്ടേനോ? അതേപോലെ തന്നെ കഞ്ചാവ്, MDMA അങ്ങനെയുള്ള സാധനങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്കുള്ള വിതരണം. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് അറിയാത്തൊരവസ്ഥയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ ലൈവ് ഇട്ട് സംസാരിക്കുന്നതിന് പകരം നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുകയല്ലേ വേണ്ടത്. അതിന് ഇവര് തയ്യാറാകുന്നതുമില്ല. എന്നാൽ ഇപ്പോൾ റസൂൽ പൂക്കുറ്റിയിൽ തുടങ്ങിയിട്ട് ദിയാസിനെയും വന്ന് എത്തി നിൽക്കുകയാണ് ഈ ഒരു നീണ്ട സീരിയൽ. ഒരു മലപ്പുറംകാരന്റെ ജീവിതം നശിപ്പിച്ചതിന്റെ കണ്ണീര് ഇവരൊക്കെ അനുഭവിക്കുമെന്നാണ് ഇതിനെതിരെ വരുന്ന പ്രധാന കമന്റുകൾ എന്ന് പറയുന്നത്. എന്തായാലും സജനയുടെ ഈ ഒരു ഡ്രഗ്സ് ചാലഞ്ചിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിൽ പൂക്കുറ്റിയെ രക്ഷിക്കാൻ നടക്കുന്ന നാടകങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിശകലനവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.